വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോൺഗ്രസിന്റെ നിലപാട് തള്ളുകയാണ് കർണാടകയിലെ ഒരു മന്ത്രി. പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസിന്റെ കാലത്തെന്ന് മന്ത്രി കെ.എൻ. രാജണ്ണ പറയുന്നു. അന്ന് പരിശോധന നടത്താതെ ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നതാണ് രാജണ്ണയുടെ പ്രതികരണം. വിമർശനത്തിന് പിന്നാലെ ഹൈക്കമാൻഡ് കെ.എൻ. രാജണ്ണയുടെ രാജി ആവശ്യപ്പെട്ടു. ഉടൻ മുഖ്യമന്ത്രിയെ കണ്ട് രാജി നൽകിയേക്കും. കെ.വി. ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, വലിയൊരു ട്വിസ്റ്റാണല്ലോ കർണാടകത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രി തന്നെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും ഇന്ന് രാവിലെയാണ് സഹകരണ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായിട്ടുള്ള കെ.എൻ. രാജണ്ണയുടെ ഒരു പ്രതികരണം വരുന്നത്. അതായത് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിലുള്ള സമയത്താണ്. ഈ സമയത്ത് കോൺഗ്രസ് ഒന്നും ഈ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും ഉന്നയിച്ചില്ല. അത് പരിശോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. പിന്നീട് ഈ പട്ടിക വെച്ച് തന്നെ ഇലക്ഷനും മറ്റും നടന്നു. ആ പരാതി നൽകേണ്ട സമയത്ത് ആ കാലാവധിക്കുള്ളിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കൃത്യമായിട്ടുള്ള വീഴ്ച ആ ഭാഗത്ത് ഉണ്ടായി എന്നാണ് കെ.എൻ. രാജണ്ണ പ്രതികരിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ബഹളം വയ്ക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് കെ.എൻ. രാജണ്ണ നടത്തുന്നത്. ഏതായാലും ഇത് സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ അടുത്ത നേതാക്കളിൽ ഒരാളാണ് കെ.എൻ. രാജണ്ണ എന്നുള്ളത് ഈ വിമർശനത്തിന്റെ മുന ആർക്ക് നേരെയാണ് നീളുന്നത് കാര്യത്തിൽ സംശയമില്ല. ഡി കെ ശിവകുമാറാണ് രാജണ്ണ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ബി.ജെ.പിയുമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിലേക്ക് രാജണ്ണ എത്തിയിട്ടുണ്ടോ? അത്തരം ഒരു പ്രതികരണം വന്നത് അത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒന്നാണ്, അല്ലെങ്കിൽ വാക്കുകളിലെ തെറ്റലാണ് എന്ന് കരുതാൻ കഴിയുമോ? അല്ല, ഇത് കൃത്യമായി കണക്കുകൂട്ടിയുള്ള പ്രതികരണം എന്ന് തന്നെ വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് കർണാടക നിയമസഭയുടെ സമ്മേളനം, വർഷകാല സമ്മേളനം തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ദിവസം കോൺഗ്രസ് ഈ വിഷയം നിയമസഭയിൽ സജീവ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതേ ദിവസം തന്നെ ഡൽഹിയിൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് വലിയ മാർച്ച് ഇന്ത്യ സഖ്യ എം.പിമാർ നടക്കുന്നു. ഈ ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം വന്നത് ശ്രദ്ധേയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഈ വോട്ടർ പട്ടിക ക്രമക്കേടിനെ സംബന്ധിച്ച്, മഹാദേവപുരയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതായത് ബി.ജെ.പി നേതാക്കൾ പറഞ്ഞ അതേ കാര്യം ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയപ്പോഴും പ്രസിദ്ധീകരിച്ചപ്പോഴും യാതൊരു വിധത്തിലുള്ള നടപടിയോ ബി.ജെ.പി നേതാക്കളുടെ അതേ പ്രസ്താവന, അതിന് സമാനമായ വാക്കുകൾ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ തുടർച്ചയായി ഇനി എന്തൊക്കെ സംഭവിക്കുന്നതാണ് കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് അറിയേണ്ടത്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.